ഇവിടെ മാത്രം എന്ത് സംഭവിച്ചറിയില്ല. നമ്മുടെ പഞ്ചായത്ത് റോഡ് പോലെ ഒന്ന് വെള്ളിച്ച വന്നിട്ടുണ്ട്. ഇതാണ് അണ്ടത്തോട് ഭാഗത്ത് ഉള്ള കാഴ്ച. അപ്പോൾ ഇതാണ് ഹിറാനഗർ അണ്ടത്തോട് ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ അപ്ഡേഷന്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാപ്പിരിക്കോടാണ്. കാപ്പിരിക്കോട് ഭാഗത്തുനിന്ന് പുന്നയൂർ, അണ്ടത്തോട്, എടയൂർ ആ ഭാഗങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. മലപ്പുറം ജില്ലയുടെ അവസാന ഭാഗമായ റീച്ചിൻ്റെ അവസാന ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക്, ചാവക്കാട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാപ്പിരിക്കോട് ഭാഗത്ത് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞ് ഒരു സെൻട്രൽ ഭാഗത്ത് മാത്രമാണ് ഒരു ലൈൻ ചെയ്തിട്ടുള്ളത് കാണാം. നമ്മൾ മറ്റു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴും നമുക്ക് കാണാൻ സെൻറ്ററിലെ ക്രാഷ് ബാരിയറിന് ഹൈറ്റ് കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അത് ഞങ്ങൾ ഒരുപാട് വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കാപ്പിരിക്കോട് ഭാഗത്തുനിന്ന് ഉള്ളൊരു കാഴ്ച. ഇതാണ് കാപ്പിരിക്കോട് ഭാഗത്ത് വരുന്ന ഒരു, ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി നമുക്ക് തൃശ്ശൂർ ഭാഗത്തെ റീച്ച് തുടങ്ങുന്നത്. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള കാഴ്ചകൾ പൊന്നാനി ഭാഗത്തേക്കുള്ളത് മറ്റൊരു വീഡിയോയിലായിരിക്കും നമ്മൾ വരിക. അപ്പോൾ ഇവിടുന്ന് നമുക്ക് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ആ ഭാഗത്തേക്ക്, ചാവക്കാട് ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കാപ്പിരിക്കോട് ഭാഗത്തുനിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പെരിയമ്പലം പറഞ്ഞ ഭാഗത്തേക്ക്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു മുൻഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ മുൻഭാഗത്താണ് ഈ കാണുന്നത് വർക്ക്. ഇവിടെ മണ്ണ് നിറച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാം. ഈ സൈഡിൽ നമുക്ക് ഇവിടെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കാണാം. ഇവിടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തുള്ള പോലെയുള്ള കട്ടകളല്ല, ഇവിടെ കുറച്ച് വലിയ സ്ലാബാണ്. കോഴിക്കോട് ഭാഗത്തൊക്കെ നമ്മൾ കണ്ട പോലുള്ള സ്ലാബുകളാണ് ഈ ഭാഗത്ത്. അപ്പോൾ ഇവിടെ ഈ സ്ലാബുകളൊക്കെ വെച്ചുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അണ്ടർപാസ്, മുൻഭാഗത്ത് അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഇവിടുന്ന് കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിൽ ഇപ്പോൾ മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. ഇവിടെ മണ്ണിൻ്റെ ലഭ്യത വളരെ കുറവായതുകൊണ്ട് പല ഭാഗങ്ങൾ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ ലെവൽ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തതാണ്. ഈ ഭാഗത്തൊക്കെ വർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് കാണാം ഇവിടെ ഒരു സൈഡിൽ ലെവൽ ചെയ്ത് വെച്ച് ഏകദേശം ഒരു പകുതിയോളം ആയിട്ടുണ്ട്. സ്ലാബിൻ്റെ അടുത്ത് ഷീറ്റുകളൊക്കെ വിരിച്ച് അതിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇനി ഒരു സൈഡിൽ നമ്മുടെ അണ്ടർപാസ് വരുന്ന ഭാഗത്തേക്കുള്ള
ഭാഗത്ത് വാള് വരാനുണ്ട്. ആ വാളിൻ്റെ വർക്കൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ ഹിറ്റാച്ചികൾ, JCB അതൊക്കെ കാണാം നമുക്ക് വർക്ക് ചെയ്യുന്നത്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട് തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കാണാം നമുക്ക് വലിയ കുഴിയൊക്കെ കുഴിച്ചത്. ഏകദേശം ഈ ഭാഗം അണ്ടത്തോട് പറഞ്ഞ ഭാഗത്തിൻ്റെ ഒരു അടുത്തായിട്ട് വരും. ഇവിടെ കാണാം ഒരു ബാങ്ക്, ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ, അണ്ടത്തോട് ശാഖ ആണ്. അപ്പോൾ ഈ ഭാഗത്ത് ഫുള്ളായിട്ട് മണൽ പ്രദേശം ആയതുകൊണ്ട് ഇവിടെ ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ റെഡിമെയ്ഡാണ് കൊടുക്കുന്നത്. ഇവിടെ റെഡിമെയ്ഡ് ഡ്രെയിനേജ് സിസ്റ്റങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കാണാം നമുക്ക് ആ ക്രെയിനിൻ്റെ അടുത്ത്. അപ്പോൾ അത് എടുത്ത് വെക്കാനുള്ളതാണ്. പിന്നെ ഈ ഭാഗത്ത് സൈഡ് ഭാഗത്തൊക്കെ ഈ ഭാഗത്ത് നമുക്ക് വാള് കെട്ടുന്ന വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗത്താണ് ഒഴിവാക്കിയിട്ടുള്ളത്. അത് ഇതിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യാൻ വേണ്ടി ലോറികൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം മറ്റുള്ള കാഴ്ചകൾ എന്താണെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് അണ്ടത്തോട് ഭാഗത്ത് വരുന്ന ഒരു അണ്ടർപാസ്സാണ്. വീഡിയോയിൽ നമ്മൾ വണ്ടി ഓടിച്ച് വരുന്നത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകൾ ഇതാണ്. ഈ ഭാഗത്ത് ഒരു സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഈ സൈഡിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ കാഴ്ചകൾ. കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഒരു സൈഡിൽ കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. മുൻഭാഗത്തുള്ളതൊന്നും പിടിപ്പിച്ചിട്ടില്ല. കാണാം നമുക്ക് ഈ കമ്പി കാണുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിക്കലുണ്ട്. അപ്പോൾ ഏകദേശം മണ്ണ് ലെവൽ ചെയ്ത് ഈ സൈഡ് കഴിഞ്ഞിട്ടുണ്ട്, ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അണ്ടത്തോട് ഭാഗത്ത് ഉള്ള കാഴ്ച. ഇതാണ് സർവീസ് റോഡ്, ചാവക്കാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന സർവീസ് റോഡ്. റോങ് സൈഡായിട്ടും വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. റോഡ് വർക്ക് തീരാത്തതുകൊണ്ട് പല ഭാഗത്തൂടെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള ആ ഭാഗത്തൊക്കെ ഉള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണിപ്പോൾ അണ്ടത്തോട് ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ അപ്ഡേറ്റ്.
നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അണ്ടത്തോട് ഭാഗത്ത് തന്നെയാണ് ഹിറാനഗർ അണ്ടത്തോട് പറഞ്ഞ ഒരു പള്ളിയൊക്കെ ഉള്ള ഭാഗത്ത്. ഇവിടെ ചെയ്യേണ്ടത് പഴയ റോഡ് ഇവർ കോരിയെടുത്ത് കൊണ്ടുപോകുന്നൊരു വർക്കാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ശേഷമായിരിക്കാം ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യുക. ഇപ്പോൾ പഴയ റോഡുണ്ട് ഇവിടെ, ആ പഴയ റോഡ് എടുത്തു മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കാണാം ഇവിടെ മെറ്റൽ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടാറ് വരെ ഒഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ആ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ കാലുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ വർക്കുകളും നല്ല വേഗത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഈ സൈഡിലും ഇവിടെ ടാറിങ് കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെൻറ്റർ ഭാഗത്ത് പഴയ റോഡ് എടുത്തു മാറ്റാനാണ്. ആ എടുത്തു മാറ്റുന്നുണ്ട്. കുറേ ദൂരത്തിൽ എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാം നമുക്ക് കുറേ ദൂരത്തിൽ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി ആ എടുത്തു മാറ്റിയ സ്ഥലത്ത് മണ്ണ് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറച്ച് ഭാഗത്തുള്ള ബാക്കിയുള്ള പഴയ റോഡ് എടുത്തു മാറ്റുന്നുണ്ട്. അതാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. കുറച്ച് ഭാഗത്ത് ഒരു സൈഡ് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്തും ടാറിങ്. ഇവിടെ ഒരു ചെറിയൊരു വളവ്, ഒരു ചെരിവുള്ള ഒരു റോഡാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ നടക്കാനുണ്ട്. ഇനി അതൊക്കെയാണ് ഇവിടെ കാണാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള വർക്കുകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഹിറാനഗർ അണ്ടത്തോട് ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ അപ്ഡേഷന്. വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. നമുക്ക് കാണാം. അവിടുന്ന് അങ്ങോട്ട് ഒരു ചെറിയൊരു ബൈപ്പാസ് പോലെയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്ന ആ വഴി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ശരിക്കും ഇങ്ങോട്ട് പറയല് പാപ്പാളി എന്നാണ്. പാപ്പാളി പറഞ്ഞ ഭാഗത്താണ് ഇത്. സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ നടന്നു പോകുന്നതാണ്. നമുക്ക് അപ്പോൾ നമ്മൾ അണ്ടത്തോട് ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് എന്താ പേര്, മന്നലാംകുന്ന് എന്ന ഭാഗമാണ്. ഇവിടെ കണ്ടില്ലേ ഒരു ചെറിയ ഒരു ബൈപ്പാസ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കാണാം. ഇനി ഇവിടെ വരാനുള്ള ക്രഷ് ബാരിയറിന് പെയിൻറ്റിങ്, ലൈൻ മാർക്കിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നടക്കേണ്ടതുള്ളത്. ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രം എന്ത് സംഭവിച്ചോ അറിയില്ല. നമ്മുടെ പഞ്ചായത്ത് റോഡ് പോലെ ഒന്ന് വെള്ളിച്ച വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ചില ഭാഗത്തൊക്കെ ഇതുപോലുള്ള നമ്മുടെ ലൈൻ പോസ്റ്റ് വെക്കാനുള്ള കറണ്ട് ലൈറ്റിൻ്റെ പോസ്റ്റ് വെക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഒഴിച്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കുറച്ച് ഭാഗത്തൊക്കെ ഇപ്പോൾ പുതുതായിട്ടൊക്കെ വെക്കണുള്ളൂ. ഇത് ലൈറ്റിൻ്റെ കാലുകൾ നമുക്ക് കാണാം ഇവിടെയൊക്കെ. ബാക്കിയുള്ള എല്ലാ വർക്കുകൾ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു ഗ്രൗണ്ട് പോലെ കാലിയായിട്ട് കിടക്കുകയാണ്. വാഹനങ്ങളൊന്നും ഓടുന്നില്ല. ഇതാണ് ഈ ഭാഗത്ത് മന്നലാംകുന്ന് ഭാഗത്തു നിന്നുള്ള ഒരു പുതിയൊരു അപ്ഡേഷന്. നമുക്ക് ഇനി മറ്റുള്ള ഭാഗത്തേക്ക് അങ്ങോട്ടൊക്കെ മുന്നോട്ട് ഒന്നും കൂടെ പോയി നോക്കാം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വണ്ടി ഓടിച്ച് അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം നിങ്ങൾക്ക്.
കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മംഗലാംകുന്ന് ഭാഗത്തുനിന്ന് അകലോട് ബദർപ്പള്ളിയൊക്കെ ഉള്ള ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ആ അണ്ടർപാസിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. ഈ ഭാഗത്ത് ഒരു സൈഡിൽ ഇങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ കട്ട വെച്ചുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം ഈ സൈഡിലേക്ക് ഇങ്ങോട്ടുള്ള ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. വർക്ക് കാണാം. മുൻഭാഗത്തൊക്കെ മണ്ണ് നിറക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള അണ്ടർപാസ്. അണ്ടർപാസിൻ്റെ അടിഭാഗമാണ്. അത്യാവശ്യം വീതിയിലും വലിപ്പത്തിലുള്ള ഒരു അണ്ടർപാസ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. വർക്കേഴ്സൊക്കെ ഇവിടെ കാണാം. ഇതാണ് ഇവിടെ കാണാം. നമുക്ക് കട്ട വെച്ചുള്ള വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ വൺ സൈഡ് ഭാഗത്ത് നല്ല ഹൈറ്റിലേക്ക് മണ്ണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സൈഡിൽ ഇപ്പോൾ സ്ലാബുകൾ ഫിക്സ് ചെയ്യുന്ന ഒരു വർക്കാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവിടെ JCB ക്രെയിനുകളൊക്കെ ഉപയോഗിച്ച് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കാണാം ഇതൊരു വലിയൊരു ഫില്ലറിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള അണ്ടർപാസുകളാണ് കൊടുക്കുന്നത്. അതാണ് ഈ ഭാഗത്തു നിന്നുള്ള ഒരു വലിയൊരു മാറ്റങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം സ്ലാബ് മതിൽ വെക്കുന്ന ഈ കട്ട വെക്കുന്നതിന് പകരം ഒരു സ്ലാബ് ഈ ഭാഗത്തൊക്കെ സ്ലാബാണ്. ഈ സ്ലാബ് വെക്കുന്ന ഒരു വർക്കാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ സൈഡിലേക്ക് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ മുൻഭാഗത്ത് ഏകദേശം ഇതിൻ്റെ മണ്ണ് ഫില്ലിങ് അവസാന ഭാഗം വരെയൊക്കെ ആയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ കാണാൻ. നമുക്ക് സ്ലാബ് ഫിക്സിങ് ചെയ്യുന്നുണ്ട് ഇവിടെ. വളരെ താഴ്ന്ന ഒരു ഭാഗത്തു നിന്നാണ് അവിടെ കോൺക്രീറ്റ് ചെയ്ത് അവിടെ നിന്നാണ് ഇത് കെട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ ഭാഗത്തും വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറുകളൊന്നും വെച്ചിട്ടില്ല. ഇവിടെ വെറുതെ റമ്മുകൾ മാത്രമാണ് വെച്ചിട്ട് കാണാം. നമുക്ക് വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. കൂടുതലായാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി കഴിഞ്ഞാൽ കാണാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് അണ്ടർപാസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇവിടെ സിമെൻറ്റ് മിക്സ് ചെയ്ത് മെറ്റൽ മിക്സൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇതിൻ്റെ മുൻഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തും അങ്ങോട്ട് മുഴുവനായിട്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം റോഡിൻ്റെ സൈഡ് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് കമ്പികളൊക്കെ ഇട്ട് വെച്ച് കാണാം. ഇവിടെ അതാ വണ്ടിയിട്ട് മണ്ണിൽ മെറ്റൽ മിക്സ് ലെവൽ ചെയ്യുന്ന ഒരു കാഴ്ച. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്താണ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എങ്ങനെയായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതിനായി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ക്രാഷ് ബാരിയറുകൾ റെഡിമെയ്ഡ് അല്ല, ഇവിടെ കമ്പി കൊണ്ട് കാണാം. നമുക്ക് കമ്പി വെച്ചത് കാണാം. ഇത് ഈ സെൻറ്റർ ഭാഗത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഇവിടെ കോൺക്രീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിന് ഹൈറ്റ് കുറവ് നമുക്ക് കാണാം. ഇത് വളരെ ഹൈറ്റ് കുറഞ്ഞൊരു രീതിയിലാണ് ഇവർ ഈ കമ്പിയൊക്കെ കെട്ടിയത് കാണാം. നമുക്ക് മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ വരുന്ന
കോട്ടക്കൽ ഭാഗങ്ങളിൽ അതുപോലെ തലപ്പാറ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ വരുന്നത് പറഞ്ഞാൽ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറാണ്. റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ ആകുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് കാണുന്നുണ്ട്. ഇത് ഇനി ഇതിൻ്റെ സൈഡിൽ 2 സൈഡിലും ടാറിങ്ങും കൂടെ കഴിയുമ്പോൾ ഇതൊന്നുകൂടെ ചെറുതാവാൻ ഉള്ളിലോട്ട് പോകുന്ന ഒരു രീതിയിൽ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സെൻറ്ററിലെ ക്രാഷ് ബാരിയർ വളരെ ചെറുതായി മാറുന്നത്. അതുകൊണ്ട് രാത്രി കാലങ്ങളിലൊക്കെ എതിരെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ വൺ സൈഡ് നമുക്ക് കാണാം റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറാണ്. അതൊക്കെ നല്ല ഹൈറ്റിൽ വെച്ചത് കാണാം. ഇവിടെ നമുക്ക് ഇവിടെ ഫിക്സ്ഡ് ആണ്. ഇവിടെ ഇതിൻ്റെ മുകളിൽ ഇനി കാണാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇനി മെഷീൻ ഉപയോഗിച്ച് സൈഡിൽ കോൺക്രീറ്റ് ചെയ്യും. അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരാനുണ്ട്. ബാക്കിയുള്ള കാഴ്ചകൾ പറഞ്ഞാൽ ആ ഭാഗത്താണ് നമ്മുടെ അണ്ടർപാസ് വരുന്നുണ്ട്. ആ ഭാഗത്ത് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ കാണിച്ചു. ബാക്കിയുള്ള വർക്കുകൾ ആ ഭാഗത്തേക്കുള്ള മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ. ഇതൊക്കെയാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ ബാക്കിയുള്ള പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.